നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദൈവമേ, ചേച്ചി ഏട്ടാ, ഹലോ മീര. കഴിഞ്ഞത് കഴിഞ്ഞു ചേച്ചി. ഇനി അതോർത്ത് വിഷമിച്ചിട്ടും കരഞ്ഞിട്ടും എന്താ കാര്യം? വരാനുള്ളത് വന്നില്ലേ? എനിക്കറിയാം കുഞ്ഞ് നന്ദേട്ടന്റെ ആണെങ്കിലും ചേച്ചി ആ കുഞ്ഞിനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാ ചേച്ചിക്ക് ഇപ്പൊ ഇത്രയും വിഷമം. ഇതുവരെ ഞാൻ എന്റെ ചേച്ചി ഇങ്ങനെ കണ്ടിട്ടില്ല. ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടപ്പോഴൊക്കെ അതിൽ പകയുടെ കനലെരിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി എല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ നെല്ലിശ്ശേരിയിലേക്ക് വന്നത് എന്തിനായിരുന്നെന്നും അവിടെ ഇപ്പോഴും തുടരുന്നത് എന്തിനാണെന്നും. അതിനർത്ഥം എന്റെ ചേച്ചി നമ്മുടെ അച്ഛനെ കുറിച്ച് മറന്നു എന്നാ. അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്നും മറന്നു എന്നാ. അങ്ങനെ എല്ലാം ചേച്ചി മറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കുള്ളതൊക്കെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. ചേച്ചി എന്ത് പറയുന്നു? ഈ നാട് വിട്ട് അവന്തിക എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ അത് മരിച്ചു കിടക്കുന്ന സേതുമാധവന്റെ നെഞ്ചി ചവിട്ടിയായിരിക്കും. എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. അല്ലായിരുന്നെങ്കിൽ ഹെവി ഡോസ് കുത്തിവെച്ച് പരലോകത്തേക്ക് അയച്ചേനെ ഞാൻ അയാളെ. ഇപ്പോ എനിക്കുണ്ടായ ദുരന്തത്തെ അവന്തിക മറക്ക എന്നേക്കുമായി. ഈ പെയിനില് ഇനി ഞാൻ കരയില്ല. അങ്ങനെ അതോർത്ത് കരഞ്ഞ എന്റെ വാശിയും ലക്ഷ്യവും ഒക്കെ മറക്കും. എന്റെ ധൈര്യം ചോർന്നു പോവുകയും ചെയ്യും. എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ഇനി അധികം സമയമില്ല. ആ ഒരവസ്ഥയില് മറ്റൊന്നിനും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. നഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിന് പോലും. എഴുതി വേണ്ട. കുഞ്ഞ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ തകർന്നിരിക്കുന്ന എന്നെ പരിഹസിക്കാനാണ് വന്നതെന്ന് എനിക്കറിയാം. ഇപ്പോ നിന്റെ സമയമാണ് അർച്ചന. നീ വിജയിച്ചു നിൽക്കുന്ന സമയം. വിധി പോലും നിനക്കനുകൂലമായ സമയം. ഇപ്പൊ മാറിയോ നിങ്ങളുടെ സംശയമൊക്കെ? അതോ ഗർഭിണിയായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ?
അല്ലെങ്കിലും അബോഷനായത് നന്നായി. അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട നിങ്ങൾക്ക് പോലും വിശ്വാസമില്ലായിരുന്നല്ലോ. സഹതാപത്തിന്റെ മുഖം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ മുന്നിൽ നിൽക്കുമ്പോ എനിക്കറിയാം ഉള്ളില് സന്തോഷാണെന്ന്, ആഘോഷിക്കാണെന്ന്. എടുത്തി, നമ്മൾ തമ്മില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. പലപ്പോഴും നമ്മൾ സംസാരിച്ചു തീരുന്നത് വഴക്കിലും വെല്ലുവിളികളിലും ആയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും കുഞ്ഞിനെ നഷ്ടപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. സത്യമായിട്ടും. നിർത്തടി. ദേ, ഇനി എന്റെ മുമ്പിൽ നിന്ന് കണ്ണീർ നാടകം കളിച്ചാ അടിച്ച് നിന്റെ കരണം ഞാൻ പൊളിക്കും. പിടിവിട്ട അവസ്ഥയിലാ ഞാൻ. നീ എന്താ പറഞ്ഞ? എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടണമെന്ന് നീ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലെന്നോ? എന്നിട്ടാണോ അനിയത്തി ആതിരെ കൊണ്ട് സ്റ്റെപ്പിൽ നിന്ന് എന്നെ തള്ളി താഴെ ഇടിപ്പിച്ചത്? നീ പറഞ്ഞിട്ടല്ലേ ആതിരെന്നെ തള്ളിയിട്ടത്? എനിക്കറിയാം അതങ്ങനെ തന്നെയാണെന്ന്. എന്നിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കുന്നതേ അതെന്റെ ഈ നിൽക്കുന്ന ഭർത്താവിന്റെ വിധിയാണെന്ന് ഓർത്തിട്ടാ. താന്നു തരുമ്പോ തോളിച്ചവിട്ടി തലേ കയറി നിൽക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്റെ ഈ മനസ്സിലിരിപ്പ് കൊണ്ടാടി നിനക്കിതൊരു കുഞ്ഞില്ലാത്തത്. എന്നെ അതില് മനഃപൂർവ്വം തള്ളിയിട്ടതാ. എനിക്കിവിടെ ഒരു കുഞ്ഞുണ്ടായ സ്വത്ത് കുറഞ്ഞു പോവല്ലോ അല്ലേ? നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. ആ ഡോക്ടർ സന്ധ്യ ഈ നിൽക്കുന്നവളും കൂടി ചെവിയിൽ ഓതി തരുന്നതാണല്ലോ നിങ്ങൾക്ക് വേദവാക്യം. നിങ്ങളുടെ കുഞ്ഞിനെ വയറ്റി ചുമന്നിരുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്കെങ്കിലും അല്പം ദയുണ്ടെങ്കിൽ എന്റെ കൺമുന്നിൽ നിന്ന് ഇവളെ വിളിച്ചോണ്ടൊന്ന് പോണം. എന്റെ മുന്നിൽ നിന്ന് ഇവളെന്തെങ്കിലും പറഞ്ഞ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ ചിലപ്പോ പറ്റിയില്ലെന്ന് വരും. പോവാം. ഞാൻ പറഞ്ഞതല്ലേ നമ്മളിപ്പോ ഇങ്ങോട്ട് വരണ്ടെന്ന്. വാ. അതെ, നീ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. നിന്റെ ഈ അവസ്ഥയില് ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടിപ്പോവും. മാത്രമല്ല നിനക്കില്ലാത്ത ഒന്ന് ഞങ്ങൾക്കുണ്ട്, മാന്യത. വാസനെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.